തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമെന്ന് വായിച്ചു നോക്ക്. നബി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം കാണാം. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം കാണാം. ആരുടെ ചരിത്രമാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന തൽഹത്ത് ബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്, നബി തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം കണ്ടപ്പോ റസൂലും അവിടെ നിന്ന് തിരിച്ചു സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ ആഴമറിയണോ? ആ സ്നേഹത്തിന്റെ ആഴമറിയണോ? തൽഹത്ത് ബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പള്ളിയിൽ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ എന്റെ തൽഹയെ കാണുന്നില്ലല്ലോ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിൽ കാണാതെ വന്ന തൽഹത്ത് ബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എവിടെ തൽഹത്ത് ബിൻ എവിടെ? കാണുന്നില്ലല്ലോ, ഒരുപാട് ദിവസമായല്ലോ തൽഹത്ത് ബിൻ ബറാഇനെ കണ്ടിട്ട്. ആ സമയത്ത് സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ തൽഹത്ത് ബിൻ ബറാഅ് രോഗം പിടിച്ച് കിടക്കുകയാണ് നബിയേ. അവിടുന്ന് രോഗം പിടിച്ച് കിടക്കുകയാണ്. വലിയ മാരകമായ രോഗമാണ്, വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണെന്ന് നബി തങ്ങളോട് സ്വഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പോയി, ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂല് കാണാൻ പോവുകയാണ്. തൽഹത്ത് ബിൻ ബറാഅ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട് തേടിയിട്ട് ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി പോവുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ സഞ്ചരിച്ച് തൽഹത്ത് ബിൻ ബറാഇന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു ചെല്ലുമ്പോ തൽഹ ബോധമില്ലാതെ കിടക്കുകയാ. ഒരു വലിയ രോഗം കൊടുത്തു. ആ രോഗം കൂടിക്കഴിഞ്ഞ ബോധമങ്ങ് നഷ്ടപ്പെടുകയാണ്. പിന്നെ എപ്പോഴെങ്കിലുമാണ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തൽഹത്ത് ബിൻ ബറാഇന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ഒരുപാട് നേരം നബി തങ്ങൾ കാത്തിരുന്നു. ഓടിയില്ല, ധൃതി കാണിച്ചില്ല. നബി തങ്ങൾ തൽഹത്ത് ബിൻ ബറാഇന്റെ വീട്ടിൽ ഒരുപാട് നേരം ഇരുന്നപ്പോ കുടുംബക്കാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരുപാട് സമയം കഴിഞ്ഞാണ് ബോധം വരുന്നത് എന്ന് നബി തങ്ങളോട് കുടുംബക്കാര് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. തൽഹത്ത് ബിൻ ബറാഇന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാ. നബി തങ്ങൾക്ക് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന്, മരണമടുത്തെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ തൽഹ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണേ സ്വഹാബാ. തൽഹ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ അറിയിക്കണം. നബി തങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മടങ്ങിപ്പോയി. തൽഹത്ത് ബിൻ ബറാഇന് ബോധം തിരിച്ചു വന്നപ്പോ എല്ലാവരും പറഞ്ഞു, തൽഹ അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കാണാൻ വന്നിരുന്നു, ഒരുപാട് സമയം കാത്തിരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹ ചോദിച്ചു, നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? തൽഹ നീ മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പോയത്. തൽഹ പറയുകയാ, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളോട് പറയണം. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലേ. കുടുംബക്കാര് ചോദിച്ചു, തൽഹ അല്ലാഹുവിന്റെ റസൂൽ
റസൂല് വരണമെന്ന് ആഗ്രഹിക്കുകയല്ലേ? എല്ലാവരും കൊതിക്കുന്ന കാര്യമല്ലേ? നബിതങ്ങളുടെ ദുആ കിട്ടുമല്ലോ, അത് വല്ലാത്ത സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ എന്തിനാണ് വേണ്ടെന്ന് പറയുന്നത്? തൽക പറയുകയാണ്, ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ നബിതങ്ങൾ വരും, എനിക്ക് വേണ്ടി ദുആ ചെയ്യും. നബിതങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് രാത്രിയിലെങ്ങാനും വരുമ്പോ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, എന്തെങ്കിലും പ്രയാസമുണ്ടായാലോ, എന്തെങ്കിലും വിഷമമുണ്ടായാലോ, അതെനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്. തൽക കുടുംബക്കാരോട് വസിയത്ത് ചെയ്യുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് തൽഹത്ത് ഇബ്നു ബറാഇന്റെ കുടുംബക്കാര് മസ്ജിദുൻ നബവിയിൽ വെച്ച് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സ്വഹാബാ, തൽഹത്ത് ഇബ്നു ബറാഇൻ എങ്ങനെയുണ്ട് സഹാബാ? എങ്ങനെയുണ്ട് സഹാബാ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, തൽഹത്ത് ഇബ്നു ബറാഉ മരണപ്പെട്ടു നബിയേ. എന്തുകൊണ്ട് പറഞ്ഞില്ല സഹാബ? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചോദിക്കുകയാണ്. പറയണമെന്ന് പറഞ്ഞതായിരുന്നല്ലോ. കുടുംബക്കാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുത്തെ അവസാനത്തെ വസിയത്ത് രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ പറയരുതെന്നായിരുന്നു. കാരണം നബിതങ്ങൾ വരുമ്പോ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അത് സഹിക്കാൻ കഴിയത്തില്ല. അത്രത്തോളം അങ്ങയെ സ്നേഹിച്ചിരുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് കുടുംബക്കാര് പറയുമ്പോ നബിതങ്ങൾ ചോദിക്കുന്നു, ഖബറെവിടെയാ? ഖബറെവിടെയാ? എന്റെ തൽഹയുടെ ഖബറൊന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് കടന്നു പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കേൾക്കുമ്പോ സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. കാരണം പടച്ചവനെ, അത് വല്ലാത്ത ഒരു ദുആയായിരുന്നു. ഒരു പ്രത്യേകമായിട്ടുള്ള ദുആയാണ്. വേറെ ആർക്കും വേണ്ടി അങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മൽ ഖതൽഹത്ത് ഇബ്നു ബറാ വഅന്ത യദ്ഹകു ഇലൈഹി വയദ്ഹകു ഇലൈക. ആ തൽഹത്ത് ഇബ്നു ബറാ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് നബിതങ്ങൾ ചെയ്ത ദുആ എന്തെന്നറിയോ? അല്ലാഹുമ്മ തൽഹത്ത് ഇബ്നു ബറാ, അല്ലാഹുമ്മ അൽഖ തൽഹത്ത് ഇബ്നു ബറാ. അല്ലാഹുവേ, നാളെ തൽഹ നിന്നെ കാണുന്ന ദിവസം, പടച്ചവനെ, തൽഹത്ത് ഇബ്നു ബറാ നാളെ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, അല്ലാഹുവേ, നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകണം തമ്പുരാനെ. അല്ലാഹുവേ, നീ തൃപ്തിപ്പെട്ടവനെ പോലെ ചിരിക്കുന്ന മുഖത്തോടെ വേണം എൻ്റെ തൽഹയെ സ്വീകരിക്കാൻ. അള്ളാഹിനോട് പറയുക, പടച്ചവനെ, നാളെ തൽഹ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ് നിന്റെ മുഖത്ത്, പടച്ചവനെ, നീ സന്തോഷത്തോടെ തൃപ്തിപ്പെട്ടവനെ പോലെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വേണം എൻ്റെ തൽഹയെ സ്വീകരിക്കാൻ. അല്ലാഹുവേ, എൻ്റെ തൽഹയുടെയും മുഖത്ത് നീ പുഞ്ചിരി കൊടുക്കണേ അല്ലാഹ്. രണ്ടുപേരും തൃപ്തിപ്പെട്ട രീതിയിൽ വേണം നാളെ കണ്ടുമുട്ടാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് സഹോദര സ്നേഹം. ഇതാണ് സഹോദര സ്നേഹം. ഈ സ്നേഹം അത് ആർക്കുമല്ല, ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. അതിങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്കത് ആലിമീങ്ങളിലേക്ക് വരുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ ആലിമീങ്ങളാണല്ലോ, ഇവരൊക്കെ അറിവ് പഠിച്ചവരാണല്ലോ, ഇവർ അല്ലാഹനെ മനസ്സിലാക്കിയവരാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെ സ്നേഹിച്ചു നോക്ക്. ആ സ്നേഹം നമുക്ക് ഒരു വാരി കോരിത്തരുന്നത് നമുക്കറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നും പവറില്ല.